ഹലോ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് കട്ടപ്പനയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. അതുപോലെ എന്നെ സ്നേഹിക്കുന്ന പോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഫാമിലിയിലെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന കാണുമ്പോൾ അതിലേറെ സന്തോഷവും നന്ദിയും ഒക്കെ ഉണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾക്കൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയ്ക്കകത്ത് തന്നെ പറയുന്നത്. കമൻസിനൊന്നും റിപ്ലൈ തന്നില്ലെങ്കിലും നിങ്ങളൊന്നും വിചാരിക്കരുത്. ഞാനൊന്ന് ഓക്കെ ആയി വന്നതിന് ശേഷം ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും റിപ്ലൈ തരും. പക്ഷേ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും സംശയങ്ങളായിട്ടും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവർക്കാണെങ്കിൽ ഞാൻ അപ്പം തന്നെ റിപ്ലൈ ചെയ്യാനായിട്ടും ശ്രമിക്കാറുണ്ട്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും കൊച്ചമ്മയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ചിറ്റ ചായയൊക്കെ വെക്കുന്ന തിരക്കിലാണ്. അപ്പോൾ എനിക്ക് കഴിക്കാനായിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ബ്രെഡ് മതി എന്ന് പറഞ്ഞപ്പോൾ അത് തന്നു. അപ്പോൾ തനുവാണെങ്കിൽ ഇങ്ങനെ ഓരോന്നും വാശിയൊക്കെ പിടിച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ അതിനിടയ്ക്ക് ധ്യാനുവിൻ്റെ ഒരു കുപ്പിയുടെ അടപ്പെടുത്തുകൊണ്ട് പോയി. അപ്പോൾ അത് ഞാൻ മേടിച്ച് വെച്ചാണ് കേട്ടോ കരയുന്നത്. പിന്നെ ബ്രെഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. അങ്ങനെ അതിനിടയ്ക്ക് ഏത്തപ്പഴമൊക്കെ ആണെങ്കിലും നെയ്ക്കകത്തൊക്കെ റോസ്റ്റ് ചെയ്ത് കൊടുത്തായിരുന്നു. പക്ഷെ അവൾക്ക് അത് കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ. പക്ഷെ ബ്രെഡ് കൊടുത്തപ്പോൾ കണ്ടില്ലേ ഒരു മടിയില്ലാതെ കഴിക്കുന്നത്. പിന്നെ തനു ഇവിടെ വന്നതിന് ശേഷം ഇഷ്ടം പോലെ ആളുകളാണല്ലോ അവളെ കൊഞ്ചിക്കാനും എടുത്തുകൊണ്ട് നടക്കാനും എല്ലാത്തിനും. അത് മാക്സിമം അവൾ മുതലെടുക്കുന്നുമുണ്ട്. കാര്യം അവളുടെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും കൊഞ്ചിക്കാനുള്ളതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ നടക്കും. ചില സമയത്ത് പ്രത്യേകിച്ച് വൈകുന്നേരങ്ങളിലൊക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് വഴക്കും വാശിയൊക്കെയാണ്. രാത്രിയിൽ എൻ്റെ കൂടെ തന്നെ കിടക്കണം. ദിനു പോയതിന് ശേഷം ദിനു ഉണ്ടായിരുന്നപ്പോൾ ദിനു മതിയായിരുന്നു. അതല്ലാതെ ദിനു പോയതിന് ശേഷം ഇപ്പം ഞാൻ തന്നെ അവളെ രാത്രിയിൽ കൂടെ കിടത്തി ഉറക്കണം കേട്ടോ. അല്ലെങ്കിൽ രാത്രി എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് കരയും. അമ്മയുടെ കൂടെയും കിടക്കത്തില്ല. അങ്ങനെ രാത്രിയാകുമ്പോൾ ചെറിയ വാശിയൊക്കെ ഉണ്ട്. പകലൊന്നും ഒരു കുഴപ്പമില്ല, അതിങ്ങനെ അങ്ങ് പോകും കേട്ടോ. ധ്യാനു പിന്നെ സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്. ധ്യാനുവിൻ്റെ പുറകെ കുറേ സമയം നടന്നോളും. അമ്മാവാന്നല്ല വിളിക്കുന്നത്, അമ്മാഞ്ചി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. അമ്മാഞ്ചി എന്ന് വിളിച്ച് ധ്യാനുവിൻ്റെ പുറകെ നടക്കും. പിന്നെ എല്ലാവർക്കും കട്ടൻ കാപ്പിയൊക്കെ ഇട്ടിതാ കുറച്ച് ചിപ്സും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആയിട്ട് എല്ലാവരും കൂടെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സന്ധ്യ ആയപ്പോഴത്തേക്കും വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുനിഞ്ഞ് ഭസ്മം എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പാത്തു എനിക്ക് ഭസ്മമൊക്കെ കൊണ്ടുവന്ന് തൊട്ട് തരുന്നുണ്ട്. വിളക്ക് കത്തിച്ച് എല്ലാവരുടെയും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ ഞാൻ പതുക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പോയി കുറച്ച് നേരം കിടക്കുമായിരുന്നു. കുറച്ച് നേരം നടന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം കിടക്കും കേട്ടോ. പിന്നെ രാവിലെ കൊച്ചൻ പോയതാണ്. കൊച്ചൻ വരുന്നത് വൈകുന്നേരം ആയപ്പോഴാണ് കേട്ടോ. അപ്പോൾ കൊച്ചൻ എന്താണ് ജോലി എന്നൊക്കെ ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കൊച്ചൻ കൗൺസിലറാണ് കേട്ടോ ഇവിടെ. അപ്പം കൊച്ചൻ പോയിട്ട് ഇപ്പോഴാണ് കേട്ടോ വന്നത്. അപ്പോൾ വന്നപ്പോൾ വേദന എങ്ങനെയുണ്ടെന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. അപ്പം വേദന കുറച്ച് കൂടുതലാണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്തും പറഞ്ഞായിരുന്നു. 2-3 ദിവസമായിട്ട് പകൽ സമയത്ത് വലിയ കുഴപ്പമില്ല, സന്ധ്യ കഴിയുമ്പോഴത്തേക്കും വേദന തുടങ്ങും. അപ്പോൾ അങ്ങനെ വേദനയൊക്കെ കുറച്ച് കൂടുതലായിട്ടിരിക്കുകയാണേ. പിന്നെ പാത്തുവിൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. നമ്മൾ 1 മന്ത് ലീവ് ഓൾറെഡി എടുത്തിട്ടാണ് സ്കൂളിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. സ്കൂളിൽ ടീച്ചർമാർക്കൊന്നും കുഴപ്പമില്ല. നോട്ട്സൊക്കെ അവർ ഡെയിലി സെൻഡ് ചെയ്ത് തരും. നമ്മൾ നോട്ട്സൊക്കെ ഒന്ന് കവർ ചെയ്ത് പോയാൽ മതി. അത് മാത്രമല്ല ടീച്ചർമാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സ്ട്രെസ് എടുക്കേണ്ട കാര്യമില്ല. ഈ ഒരു സർജറി കഴിഞ്ഞ ടൈമിൽ അവരത് സ്കൂളിൽ അവൾ തിരിച്ച് ചെന്ന് കഴിയുമ്പോൾ അത് മാനേജ് ചെയ്തോളാം. കാരണം അവൾക്ക് മന്ത്ലി അസസ്മെൻ്റാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് സ്റ്റാൻഡേർഡ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് കവർ ചെയ്ത പോർഷൻസ് അവർ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചോളാം. അല്ലാണ്ട് ടെൻഷൻ ആവണ്ടെന്നൊക്കെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള ടീച്ചേഴ്സും സ്കൂളുകാരുമാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഇല്ല. ഇനിയിപ്പോൾ തിരിച്ച് ചെല്ലുമ്പോൾ ബാക്കി ഒന്നും കൂടെ ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്ത് പോകുന്നുമുണ്ട്. നന്ദനെ ഇരുത്തി കുറച്ച് നേരമൊക്കെ ഡെയിലി പഠിപ്പിക്കും. അല്ലാതെ നോട്ട്സൊക്കെ അവളൊന്ന് വായിച്ചും നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് കേട്ടോ പാത്തുവിൻ്റെ പഠിത്ത കാര്യങ്ങൾ പോകുന്നത്. പിന്നെ തനുവിന് വിശക്കുന്നത് തോന്നിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ദോശ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അമ്മയും കൊച്ചമ്മയും കൂടെ. ചിലപ്പോൾ അമ്മ കൊടുക്കാൻ പറയും, ചിലപ്പോൾ കൊച്ചമ്മ കൊടുക്കാൻ പറയും. അത് അവളുടെ മൂഡ് പോലെ ഇരിക്കും. കൂടുതലും ചിറ്റ തന്നെയാണ് ഫുഡ് കൊടുക്കാറ്. കാര്യം അവൾ ചിറ്റ കൊടുക്കാനും പറഞ്ഞുകൊണ്ട് വഴക്കുണ്ടാക്കും അമ്മ കൊടുക്കുന്ന സമയത്ത്. ചില സമയത്ത് നന്ദനയോടും കൊടുക്കാൻ പറയും. ഞാൻ പറഞ്ഞില്ലേ അവൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ആളുകൾ കൂടുതലുള്ളത് കൊണ്ട് തന്നെ. പിന്നെ എനിക്ക് വേദന കൂടുതലാണെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ മരുന്നൊക്കെ തന്നിട്ടുണ്ട് 2-3 ദിവസത്തേക്ക് വേദനയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ കിടക്കുന്ന ബെഡൊക്കെ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ബെഡൊക്കെ ഓക്കെയാണ്. വന്ന് 3-4 ദിവസം എനിക്ക് വലിയ വേദനയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടൊക്കെ കുറഞ്ഞതായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഇപ്പോൾ ഈ വേദന വന്നത്. അപ്പോൾ എന്നാൽ എന്തായാലും ബെഡൊന്ന് മാറ്റിയിട്ട് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കിടക്കുന്ന റൂമിലെ കട്ടിലയിലെ ബെഡ് മേളിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ. എന്നിട്ട് മേളിൽ പുതിയ ബെഡ് ഒരെണ്ണം മേടിച്ചിട്ടത് തിരിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് ഇടാമെന്നും പറഞ്ഞുകൊണ്ട്
കൊച്ചനും കൊച്ചമ്മയും ചിറ്റയും കൂടെ അത് മുകളിലേക്ക് കൊണ്ടുപോയി അതിട്ടിട്ട് ഇതാ തിരിച്ച് പുതിയ ബെഡ് ഒരെണ്ണം എടുത്തുകൊണ്ട് വരുവാണ് കേട്ടോ. അപ്പോൾ ഇതിട്ട് നോക്കാം ഇനി ഇതിൻ്റെ ആണോ എന്നറിയാമെന്നും പറഞ്ഞു. സത്യം പറഞ്ഞാൽ ബെഡിൻ്റെ ഒന്നും അല്ലെന്നാണ് എൻ്റെ ഒരു തോന്നൽ. കാര്യം ഇത്രയും വലിയൊരു സർജറി കഴിഞ്ഞാണ് ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിൽ ഇംപ്ലാന്റ് ചെയ്ത് അതൊന്ന് സെറ്റായി വരാൻ സമയം എടുക്കുമായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ പെയിൻ ആണെന്നാണ് തോന്നുന്നത്. ഇത്രയും നാളും പെയിൻ കില്ലറൊക്കെ കഴിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടും ഹോസ്പിറ്റലിലാണെങ്കിലും പെയിൻ കില്ലർ ആയിരുന്നല്ലോ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയും വേദന അറിയാഞ്ഞത്. ഇപ്പം 3-4 ദിവസമായിട്ട് ആ വേദന വരുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഡേ ടൈമിൽ അത്ര വേദനയും ഇല്ല. രാത്രിയാകുമ്പം ഭയങ്കര വേദനയാണ് കേട്ടോ. ഒരു സ്റ്റെപ്പ് പോലും നടക്കാൻ പറ്റാത്ത പോലെ ബുദ്ധിമുട്ടാവും ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ട്. പതുക്കെ പതുക്കെ കുറഞ്ഞു വരുമെന്ന് വിചാരിക്കുന്നു. കാരണം ഇത്രയും ദിവസമല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ ഇതാ ബെഡൊക്കെ മുകളിൽ കൊണ്ടുപോയി അവിടുത്തെ ബെഡ് തിരിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കി തരുന്നുണ്ട്. എങ്ങനെ കിടന്നാലാ വേദന കുറയുന്നതെന്ന്. അതിൻ്റെ ഈ വേദന കാണുമ്പോൾ എല്ലാവർക്കും വിഷമമാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ബെഡൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അടുക്കളയിൽ ഓരോ ജോലികളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കൊച്ചമ്മയും അമ്മയും ചിറ്റയും കൂടെ. വൈകിട്ട് ചപ്പാത്തിയും ദാല് കറിയാണ് നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ പരിപാടികളിലാണ്. പാത്തവും തനും കൂടെ അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. പിന്നെ ധ്യാനാണെങ്കിലും ഹോംവർക്ക് കുറേ ഉണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് എഴുതുമായിരുന്നു. അങ്ങനെ ഇതാ ചപ്പാത്തിക്ക് മാവൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദാല് കറിക്കുള്ളതെല്ലാം കുക്കറിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചമ്മ അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ചിറ്റയാണെങ്കിൽ അതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ക്യാമറാമാൻ എന്ന് പറയുന്നത് നന്ദനയാണ് കേട്ടോ. അവളാണ് എനിക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് തരുന്നത്. അങ്ങനെ കൊച്ചമ്മ അന്നേരത്തേനും പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. രാജി കൊച്ചമ്മ മേളിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു കയറി വാ നമുക്ക് പോകാമെന്ന്. അപ്പോൾ കൊച്ചമ്മ പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ രാജി കൊച്ചനോട് ഇറങ്ങി വരാനും പറഞ്ഞ് എല്ലാവരും പറഞ്ഞപ്പം എന്നാൽ പിന്നെ പോകാമെന്നും പറഞ്ഞ് കൊച്ചനിങ്ങ് ഇറങ്ങി വന്നു. അതുകൊണ്ട് പിന്നെ കൊച്ചമ്മ കയറി പോയിട്ടില്ലായിരുന്നു. അങ്ങനെ ഇറങ്ങി വന്ന് കണ്ടതേ അപ്പൂപ്പാന്നും പറഞ്ഞിട്ട് തനു വിളിക്കുവാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ തനുവിനും മൊത്തം അപ്പൂപ്പനും അമ്മൂമ്മയാണ്. അപ്പൂപ്പാന്നല്ല അപ്പുവാന്നാട്ടോ അവൾ വിളിക്കുന്നത്. അപ്പോൾ മേളിലോട്ടൊക്കെ ചൂണ്ടി കാണിക്കുന്നുണ്ട് ടാറ്റ പോകാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഇതാ അവളും കൊച്ചനും കൂടെ കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താട്ടോ കാണുന്നതൊക്കെ. അപ്പം ഞാനിവിടെ കിടക്കുമായിരുന്നേ. അപ്പം അതിനിടയ്ക്ക് ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. ഭക്ഷണത്തിന് മുന്നേ ആ ഗുളികയൊക്കെ കഴിച്ചിട്ട് കിടക്കുകയാണ്. ഇവിടെ ആണെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കലും ദാല് കറിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണോ. എല്ലാവരും ഓരോരോ ജോലികളിലാണ് കേട്ടോ. അപ്പോൾ തനുവാണെങ്കിൽ കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. തനുവിന് കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതാ പാത്തു പഠിച്ചു കഴിഞ്ഞിട്ട് ബുക്കൊക്കെ കൊണ്ടുവന്ന് തന്നെ കാണിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു ബാക്കി നാളെ പഠിക്കാൻ എടുത്ത് വെക്കാൻ. അങ്ങനെ തനുവിന് ഫുഡൊക്കെ കൊടുത്തിട്ട് പിന്നെ തനുവിനെ നന്ദനയും ഉറക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ അവളിന്ന് പകലൊരു സമയത്ത് മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഉച്ച കഴിഞ്ഞുള്ള ഉറക്കം ഉറങ്ങിയില്ലായിരുന്നു. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേക്കും അവളാകെ ടയേർഡായി ഭയങ്കര വാശിയും വഴക്കൊക്കെ ആയപ്പോൾ അവളെ അങ്ങ് ഉറക്കുവാണേ. അതിൻ്റെ തലേദിവസമാണെങ്കിൽ അവൾ ഭയങ്കര വഴക്കായിരുന്നു. എന്ത് ചെയ്താൽ ഉറങ്ങില്ലായിരുന്നു. ഒരു തരത്തിലാണ് നമ്മൾ രാത്രിയിൽ ഉറക്കിയെടുത്തത്. ഇതാണെങ്കിലും അതെ അവൾ നേരത്തെ ഉറങ്ങിയത് കൊണ്ട് തന്നെ ഒരു 11:30 ആയപ്പോൾ എണീറ്റിട്ട് പിന്നെയും വഴക്കായിരുന്നു. പിന്നെ അത് ചപ്പാത്തിയും ദാല് കറിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും കൊച്ചന്മാരും പാത്തും കൂടെ കഴിക്കാനിരുന്നു. പതുക്കെ നന്ദനയും കൂടെ വന്നു കഴിക്കാനായിട്ട്. പിന്നെ കട്ടൻ ചായയും വെള്ളമൊക്കെ എല്ലാവർക്കും എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അമ്മയും കൊച്ചമ്മയും ചിറ്റയും കൂടെ. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ വർത്തമാനമൊക്കെ പറഞ്ഞ് നല്ല അടിപൊളി ദാല് കറിയും ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കൊച്ചമ്മയും ചിറ്റയും അമ്മയും കൂടെ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവർ ഉച്ചക്കത്തെ സാമ്പാറും മീൻകറിയുടെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ കൂട്ടി ചപ്പാത്തി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ധ്യാനം നേരത്തെ കഴിച്ചായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് അവൻ കഴിക്കുന്നത് വീഡിയോയ്ക്കകത്തൊന്നും കാണാത്തത്. അപ്പം ഇതൊക്കെയാണ് കട്ടപ്പനയിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.